ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി വ്യോമസേന. അതിർത്തിയിൽ സൈനിക വിന്യാസം തുടരുന്നതിന് ഇടെയാണ് വ്യോമസേന ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിനിടെ ഡൽഹിയിൽ സ്ഥിതി വിലയിരുത്താൻ ത്രിസേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. ടി.ജി. സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, അതിർത്തികളിൽ ഇപ്പോഴും അതീവ ജാഗ്രത തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അവരുടെ ട്വിറ്റർ, അവരുടെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന കാര്യം. സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ച ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് തെറ്റായ വാർത്തകളൊന്നും പ്രചരിക്കപ്പെടരുത്. രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് വ്യോമസേന പുറത്തിറക്കിയ, എയർഫോഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സിൻസ് ദ ഓപ്പറേഷൻ ആർ സ്റ്റിൽ ഓൺ ഗോയിങ് എന്നതാ കൂടി വാക്കുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതായത് ദൗത്യം പൂർണ്ണമായിട്ടില്ല, ദൗത്യം തുടരുന്നു, സിന്ദൂർ ദൗത്യം തുടരുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വാർത്താക്കുറിപ്പിലൂടെ ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ഇത്തരമൊരു വാർത്താ സമ്മേളനം, വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് കരുതാം. കാരണം കൂടുതൽ വിശദമായി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് കാരണമുണ്ട് അതിൽ. ഒന്ന്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലാണ് എന്ന തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാവാം ഈ ഒരു ഇത് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ബ്രഹ്മോസ് മിസൈൽ പോലെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഈ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ പ്രയോഗിച്ചോ എന്ന് സംബന്ധിച്ച തർക്കങ്ങളും നടക്കുന്നുണ്ട്, അത്തരം ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് വ്യോമസേന ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും, അതുവരെ മറ്റ് ചർച്ചകളിലേക്ക് കടക്കരുത് എന്ന ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് എന്നതാണ് സാഹചര്യം. മറ്റൊരു രാഷ്ട്രീയ നീക്കമുണ്ടാവുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിപക്ഷം ഒന്നടങ്കം പ്രത്യേക സെഷൻ, പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് പഹൽഗാം സംഭവത്തിലടക്കം ആ പ്രത്യേക ചർച്ച നടക്കേണ്ടതുണ്ട്. രണ്ട്, ഈ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം എന്താണ്, ഇതിലും എന്താണെന്ന് വ്യക്തത ആവശ്യമാണ്. അതുകൊണ്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേർന്ന് ഇക്കാര്യത്തിൽ ചർച്ച നടക്കണമെന്ന് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും സർക്കാരിന് കത്തിലൂടെ ആവശ്യപ്പെടുന്നു. മറ്റ് പ്രതിപക്ഷ നേതാക്കളൊക്കെ സമാനമായ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ ചേരുകയാണ്. പ്രധാനമന്ത്രി സേനാ മേധാവിമാരെയും സംയുക്ത സേനാ മേധാവിയെയും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് യോഗം ചേരുകയാണ്. നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്.